കാരണം വെയിൽ താന്നിട്ടായിരിക്കും എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴേക്കും ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അതാണ് മെയിനായിട്ടുള്ളൊരു കാരണം ഇതിൻ്റെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പോത്തുണ്ടി ഡാമിലാണ്. ബാക്കിലൊക്കെ വ്യൂ കണ്ടാൽ അറിയാം. എല്ലാവരും ഏകദേശം വന്നിട്ടുണ്ടാവും. പാലക്കാട് ഉള്ളവരൊക്കെ ഏകദേശം വിസിറ്റ് ചെയ്താൽ. ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. കാണേണ്ട തന്നെയാണ്. നല്ല നേച്ചുറൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് ഫസ്റ്റ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്. നല്ല ചൂടുണ്ട് പാലക്കാട് ഈ ടൈമിൽ. നമുക്ക് ഇത് ഏകദേശം ഓപ്പൺ ആവുന്ന ടൈം എന്ന് വന്നിട്ട് രാവിലെ മുതൽ 6 മണി വരെയാണ്. പക്ഷെ വരാൻ ടൈമിംഗ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 to 6 ആണ്. കാരണം നല്ല ചൂടുണ്ട് അത്യാവശ്യം ഈ ക്ലൈമറ്റിൽ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും വരാൻ പറ്റുന്ന ടൈമിംഗ് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ, ഈ ടൈമിലൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല. പിന്നെ ലവേഴ്സൊക്കെ വന്നാൽ നന്നായിട്ട് പ്രൈവസി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഒരാൾ പോലും ഇല്ല ഇവിടെ. ഡാമിൽ നല്ല വെള്ളം കുറവാണ്. വേനൽക്കാലമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. പാലക്കാട് നല്ല ചൂടാണല്ലോ. ആ ചൂട് ഇതാ പാലക്കാട് നമുക്ക് പോത്തുണ്ടി ഡാമിലും കാണാം. വെള്ളവും കുറവാണ്. നല്ല ചൂടുമുണ്ട്, അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് രാവിലെ ഒന്നും ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല. നമുക്ക് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ബോട്ടിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ബോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ബോട്ടിംഗ് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. മലമ്പുഴയിലൊക്കെ ആകുമ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ നല്ല ഇഷ്ടമല്ലേ. നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിലെ വ്യൂ ആണ്. ഇതാണ് നെല്ലിയാമ്പതി എന്ന് കാണുന്നത്. ഇത് നല്ലൊരു മലപ്രദേശമാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റാ. അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് കാണുമ്പോൾ ഏകദേശം പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മരങ്ങളും പിന്നെ അങ്ങോട്ട് കാണുന്ന പ്ലേസാണ് പാർക്കാണ്. പിള്ളേർക്കൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ചു നേരം എല്ലാവർക്കും അടിച്ചു പൊളിച്ചൊന്ന് കളിക്കാം. മലമ്പുഴ പോലെ തന്നെ പോത്തുണ്ടി. ഇവിടെ ഉള്ളവർക്കൊക്കെ പാർക്ക് എന്ന് പറയുന്ന പോത്തുണ്ടിയാ തോന്നുന്നു. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ആൾക്കാരൊന്നും ഇല്ലാത്ത. സൺഡേസിലൊക്കെ ഉണ്ടാവുന്ന തോന്നുന്നേ. ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് മിക്കവാറും അറിയത്തുള്ളൂ എങ്ങനെ അതിൻ്റെ. കൂടുതൽ പേര് അങ്ങനെ വരത്തില്ല എന്ന് തോന്നുന്നു, ചൂടായതുകൊണ്ട്. ക്ലൈമറ്റിൻ്റെ അറിയാമല്ലോ. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നല്ല ചൂടുണ്ട് ഇവിടെ അത്യാവശ്യം. മെയിൻ തിങ് ഒന്നും കേട്ടോ, ഡാമിൽ കയറുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബോട്ടിൽ കയ്യിൽ വെക്കണം. അല്ലെങ്കിൽ ഇവിടെ എത്തിയ തെണ്ടി പോകും. അത്ര നല്ല സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഈസി കയറാന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റത്തില്ല. അത്യാവശ്യം കയറാനുണ്ട്. 5:50 ഏകദേശം ടൈമിങ് ഒരു 5:50 ഇതായി. അപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഡാമിന് മുകളിലേക്ക് തന്നെ കയറിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് സ്കൂൾ പിള്ളേരാണോ തോന്നുന്നു. അല്ല, ഫാമിലീസാ. അവർ കുറച്ചും കൂടെ ഈ ടൈമിലെങ്കിൽ ആകുമ്പോൾ കുറച്ച് കയറുമ്പോൾ അത്രയ്ക്ക് ചൂടുണ്ടാവില്ല. ഇപ്പോൾ ചൂട് ഏകദേശം കുറയുന്നുണ്ട്. എന്നാലും ഉണ്ട്, ചൂടുണ്ട്. 6 മണിയായിട്ടും വെയിൽ പോയിട്ടില്ല. ഇതേ താഴത്തെ വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴെയൊക്കെ പാർക്കാണ്. പാർക്കിലൊക്കെ പോയിട്ട് തോന്നുന്നു എല്ലാവരും മെല്ലെ ഡാമിൽ കയറാൻ വരുന്നത്. പക്ഷെ 6 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. അതാണ് മെയിൻ ഫോൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ക്ലോസ് ആണ്. കാരണം വെയിൽ താന്നിട്ടായിരിക്കും എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴേക്കും ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അതാണ് മെയിനായിട്ടുള്ളൊരു കാരണം ഇതിൻ്റെ. ഇതാണ് ആ സ്റ്റെപ്പ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ പിള്ളേരൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് കയറുമ്പോൾ നല്ല എൻജോയ്മെൻറ്റിൽ കയറിപ്പോകും. കുറച്ച് ഏജാർക്കൊക്കെ നല്ല പ്രോബ്ലം കയറാൻ. ഞങ്ങൾക്കേ വയ്യ. 90s കയറാൻ വയ്യല്ല. ഇപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? പാർക്കിങ്. പോത്തുണ്ടിയിൽ മെയിൻ പാർക്കിങ്. മെയിൻ എൻട്രൻസ്. പോത്തുണ്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഗാർഡനാണ്. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഗാർഡൻ. നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ജസ്റ്റ് വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. നെല്ലിയാമ്പതി സെയിം റൂട്ട് ആയതുകൊണ്ട് ഇതും കൂടെ കയറിയിട്ട് പോയാൽ നമുക്കൊന്നും കൂടെ കണ്ടുവെന്നായല്ലോ. പിന്നെ ഉള്ളത് പാർക്കാണ് പിള്ളേരുടെ. അതിലും നോർമലി കുറച്ച് കളിക്കാനൊക്കെ ഉള്ളൂ. പാലക്കാട് വന്ന എനിക്കൊക്കെ അറിയാം, വാടികയിലൊക്കെ ഉള്ള പോലെ അത്രയ്ക്ക് വ്യൂ തോന്നുള്ളൂ. ഒത്തിരി ഒന്നുമില്ല. ഇത് ഭയങ്കര സെറ്റപ്പ്. പക്ഷെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. 6:40 ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ആരെങ്കിലും അവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും റിമൈൻഡർ ചെയ്യാനാണ്, വേഗം പുറത്തേക്ക് വരാനാണ്.
ഓപ്പൺ ജിം. എക്സസൈസിന്റെ സംഭവം എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ 6 മണിയാകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും. അതിന് മുന്നേ വന്ന് എല്ലാവരും എക്സസൈസ് ചെയ്ത് വീട്ടിൽ പോയിക്കോളണം, അല്ലെങ്കിൽ അവര് പോത്തൊക്കെ അടച്ചിട്ട് പോയിക്കോളും. ആരും ഇല്ല എന്നാണ് മെയിൻ തിങ് ഇവിടത്തെ. ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാരൊന്നും ഇല്ല. മെയിനായിട്ട് പോത്തിന്റെ വിസ്റ്റയുള്ള കാര്യം സൈക്ലിംഗ് എന്തുകൊണ്ടാണ്. സൈക്ലിംഗ് ഒക്കെ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താ റീസൺ ഒന്നും അറിയില്ല. വയറൊക്കെ താഴെ കിടക്കുന്നുണ്ട്. തിരക്കില്ലാത്തോണ്ട് ഓപ്പൺ ആകുന്നത്. ഇപ്പൊ ഓപ്പൺ ആയി. സൈക്ലിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. തിരക്കില്ലാത്തോണ്ടാണ് ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നത്. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞത്. ഫസ്റ്റ് നല്ല ആവേശമായിരുന്നു കയറാൻ. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ആവേശമൊക്കെ കുറഞ്ഞായി, ടയേർഡായി. ഡാമിൽ കയറിയത് പകുതി എനർജിയുള്ള നടന്നിട്ടേ വെയിലുണ്ട്. ഇപ്പൊ പക്ഷെ ക്ലൈമറ്റ് സെറ്റാണ്. ഇപ്പോഴായിരുന്നു തോന്നുന്നു ഡാമിൽ കയറുന്നത്. പക്ഷെ 6 മണി വരെ ഡാം കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം 6:59. മുകളിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല. ക്ലോസിങ്ങിന്റെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലോസ് ചെയ്യും, ഇപ്പൊ ക്ലോസ് ചെയ്യും, ഇപ്പൊ പുറത്തു പോകാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ക്ലോസിംഗ് ആയി. 6:40 കഴിഞ്ഞു. 6:25 ആയി. ക്ലോസിംഗ് ആണ്. ബാക്കിൽ സെക്യൂരിറ്റി വരുന്നത് ഗേറ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഏകദേശം നമുക്ക് പുറത്താക്കാനായി. നമ്മൾ മാത്രമേ ഇപ്പൊ ഇതിന്റെ അകത്തുള്ളൂ. വേറെ എല്ലാവരും ഏകദേശം എനിക്ക് പാർക്ക് തന്നെ അറിയും. പാർക്കൊക്കെ എൻട്രി ചെയ്യും. കുറച്ച് ആ സൈക്കിളിൻ്റെ അവിടെ മാത്രം കുറച്ച് ലാഗായി. എന്താ ഒത്തിരി ലോങ് വരുന്നവരെ മെയിൻലി നോക്കേണ്ട ടൈമിങ് നോക്കിയിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റും. ടൈമിങ് അനുസരിച്ച് പെട്ടെന്ന് നമുക്കൊരു 8 o'clock ഒക്കെ വരെ സ്പെൻഡ് ചെയ്യാണ്ട് ആരും വരാൻ നിൽക്കരുത് കേട്ടോ. ടൈം വേസ്റ്റ് അന്നത്തെ ദിവസമേ വേസ്റ്റ്. മെയിൻലി ടൈം എല്ലാവരും 4:30 നോട്ട് ചെയ്യണം. മലമ്പുഴയിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ 8:30 വരെയൊക്കെ ഉണ്ടാവും.